എന്തുകൊണ്ട് യൂറോപ്പ് ഒരു തുർക്കിയെ ഇങ്ങനെയൊക്കെ ഭയപ്പെട്ടു, അല്ലെങ്കിൽ പിന്നീട് അവർ തുർക്കികളെ മുഴുവൻ ഭയപ്പെടാൻ തുടങ്ങി എന്നതിന് 1452 സുൽത്താൻ കീഴടക്കിയ കോൺസ്റ്റന്റൈൻ നഗരത്തിന് യൂറോപ്പിന്റെ ചരിത്രത്തിലുള്ള പ്രാധാന്യം പരിശോധിച്ചാൽ മനസ്സിലാവും. തങ്ങൾ തോറ്റവരാണ് എന്ന് പറയാനുള്ള യൂറോപ്പിന്റെ അപകർഷതാബോധം തന്നെയാണ് വിക്ടോറിയൻ സിലബസിൽ പഠിക്കുന്ന നമ്മൾക്ക് ഫാത്തിഹ് മുഹമ്മദ് എന്ന വിജയിയുടെ ചരിത്രം പഠിക്കാൻ പറ്റാതെ പോയത്. നിങ്ങൾ വിപ്ലവകാരികളും ഞങ്ങൾ ഭരിക്കുന്നവരും എന്ന ഔദാര്യ ചരിത്ര നിർമ്മിതികൾക്ക് തടസ്സമായതെന്തും മറച്ചുവെക്കുക എന്ന പ്രചാരക തന്ത്രത്തിന്റെ ഭാഗമായി മധ്യകാലഘട്ടത്തിനെ തന്നെ അവർ ഇരുണ്ട കാലഘട്ടം എന്നൊരു കർട്ടനിട്ട് മറച്ചുവെച്ചു. 6ാമത്തെ ഓട്ടോമൻ സുൽത്താൻ മുറാദ് രണ്ടാമന്റെയും ഉമാഹാത്തുന്റെയും മകനായി 1432 മാർച്ച് 30 അന്നത്തെ ഓട്ടോമൻ തലസ്ഥാനമായ ഇഡർനെ പട്ടണത്തിലാണ് മുഹമ്മദ് ജനിക്കുന്നത്. സുൽത്താൻ മെഹമ്മദ് അൽ ഫാത്തിഹ് അഥവാ വിജയി എന്നറിയപ്പെട്ടത്. എങ്കിലും കോളനി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി കൂട്ടിച്ചേർക്കുന്ന ഏത് നാടിന്റെയും സംസ്കാരത്തിന്റെയും അസ്തിത്വത്തെ മാനിക്കുന്ന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ബൈസന്റൈൻ സാമ്രാജ്യം കീഴടക്കിയതിനു ശേഷവും ഓർത്തഡോക്സ് ചർച്ചിന് കോൺസ്റ്റാന്റിനോപ്പിളിൽ പ്രവർത്തനാനുമതി കൊടുത്തതും അവിടെ ഉണ്ടായിരുന്ന യഹൂദ സമൂഹങ്ങളോട് നഗരം വിട്ടു പോവേണ്ടതില്ലെന്ന് പറഞ്ഞ് സിനഗോഗുകൾക്ക് പ്രവർത്തനാനുമതി കൊടുത്തതും യുദ്ധസമയത്ത് നഗരത്തിൽ നിന്ന് പലായനം ചെയ്തവരെ തിരിച്ചു കൊണ്ടുവന്നതുമൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ സുൽത്താൻ ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമായ ഹായ സോഫിയ ഏറ്റെടുക്കുകയും അത് മസ്ജിദായി നാമകരണം ചെയ്യുകയും ചെയ്തു. കോൺസ്റ്റാന്റിനോപ്പിൾ ശരിക്ക് സുൽത്താൻ ഒരു തുടക്കമായിരുന്നു. ഒരു സുൽത്താനറ്റായിരുന്ന ഓട്ടോമൻ പ്രവിശ്യ ഒരു സാമ്രാജ്യമായി വികാസം പ്രാപിച്ചതും മില്ലേത്ത് വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിക്കപ്പെട്ടതും സുൽത്താന്റെ കാലത്താണ്. യൂറോപ്യൻ ചരിത്രത്തിൽ തന്നെ മതസഹിഷ്ണുതാപരമായ ആദ്യത്തെ നിയമനിർമ്മാണമായിരുന്നു മില്ലേത്ത് വ്യവസ്ഥിതി. വ്യത്യസ്ത മതവിശ്വാസങ്ങൾ പുലർത്തുന്നവർക്ക് അവരുടെ മതം മുറുകെ പിടിച്ച് മുസ്ലിം സുൽത്താനേറ്റിന്റെ എല്ലാവിധ വ്യവഹാരങ്ങളിലും ഏർപ്പെടാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നിയമം ഇരുണ്ട യൂറോപ്പ് ആദ്യം കാണുകയായിരുന്നു. ഇസ്തംബുൾ പട്ടണത്തിന്റെ നവമുഖ നിർമ്മാണത്തിന് തുടക്കമിട്ടതും പുതിയ രീതിയിലുള്ള ജലസേചന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും സുൽത്താന്റെ ഭരണ നേട്ടങ്ങളായി എണ്ണപ്പെടുന്നു. ഹംഗറിയിലെ ചക്രവർത്തിയേക്കാൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് തുർക്കിയിലെ സുൽത്താനെയാണെന്ന ബോസ്നിയൻ ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ പ്രഖ്യാപനം സുൽത്താനിലെ സഹിഷ്ണുതയുള്ള ഭരണാധികാരിയെ വ്യക്തമാക്കുന്നതായിരുന്നു. എന്തായാലും ഏഷ്യക്കാരനും തുർക്കിയുമായ ഒരാളുടെ പടയോട്ടവും ആധിപത്യവും യൂറോപ്പിന് അരോചകമായിരുന്നു. അത് വ്യക്തമാക്കുന്നതാണ് 1481 മെയ് 3 അനറ്റോളിയയിൽ വെച്ച് മരണപ്പെട്ട സുൽത്താന്റെ മരണ വാർത്തയോടുള്ള പടിഞ്ഞാറിന്റെ സമീപനം. അതെ, പടിഞ്ഞാറിന്റെ തെരുവുകളിലെ മധ്യകാല ഹൃദയങ്ങളിൽ ആഹ്ലാദ നിർവൃതിയോടെ ആ വാക്കുകൾ മുഴങ്ങി. വൻപരുന്ത് മരണപ്പെട്ടിരിക്കുന്നു.